ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു വെറൈറ്റി ഫുഡ് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ചോളപ്പുട്ടാണ് ഗൈസ്. ഇക്ക പറയും ചോളത്തിന് നല്ല ഗുണമാണെന്ന്. പക്ഷേ നമുക്ക് സക്സസ് ആയി കേട്ടോ. ഞാൻ നനച്ച മാവ് റെഡിയായി, അങ്ങനെ നമ്മളെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇക്കാക്കാണ് കേട്ടോ. രാവിലെ കടയിൽ പോയി തുറക്കാൻ പോകുന്നതിനെ കൊണ്ടിട്ട് ഇക്കാക്ക് ഇതാ ചായയും നമ്മുടെ നല്ല പുട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര ഇട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇക്കാക്കുള്ള കാപ്പി റെഡിയായിട്ടുണ്ട്. പിന്നെ 2 പേര് സ്കൂളിലേക്ക് വിടാനുള്ള ധൃതിപ്പാടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ നമുക്ക് ചോറിട്ടു. ചോറ് നമുക്ക് എന്താണ് 2 പേർക്കും ഒരുപോലെ ഇട്ടില്ലെങ്കിൽ പിന്നെ കെറു വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് 2 പേർക്കും ഒരുപോലെയാണ് കേട്ടോ ചോറിട്ടത്. പിന്നെ അതിനുശേഷം ചമ്മന്തിപ്പൊടിയാണ് വെച്ചത്. ചില ദിവസങ്ങളിലൊക്കെ നമുക്കൊരു വല്ലായിക വരുമല്ലോ, അതുപോലെ ഇന്നൊരു ബോറടിയുള്ളൊരു ദിവസമാണ് ഗൈസ്. അപ്പോൾ ഇതാ ചമ്മന്തിപ്പൊടി വെച്ചു. പിന്നീട് ഞാൻ എന്താ കത്രികയും സവാളയും കൂടി ഇട്ട് ഒരു തീയൽ പോലെയാണ് കേട്ടോ വെച്ചത്. അത് നല്ല ടേസ്റ്റാണ്, മസാലയൊക്കെ പുരട്ടി. പിന്നെ ഇച്ചിരി പൊടി ചമ്മന്തി അവർക്ക് അപ്പമായിരുന്നു കേട്ടോ. അവർക്ക് പുട്ടത്ര അങ്ങോട്ട് പോരാ. അങ്ങനെ ചമ്മന്തിപ്പൊടി അതിന് വേണ്ടിയിട്ടുള്ളത് വെച്ചു. പിന്നെ നാരങ്ങ അച്ചാറാണ് കേട്ടോ വയ്ക്കുന്നത്. നല്ല അടിപൊളി നാരങ്ങ അച്ചാർ വെച്ചു. പിന്നെ അതിനുശേഷം എന്താ ഒരാൾക്ക് സവോള അരിഞ്ഞിട്ട മുട്ടയും അല്ലാത്ത ആൾക്ക് പ്ലെയിൻ മുട്ടയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം മക്കളുടെ ഇഷ്ടത്തിന് നമുക്ക് ഇപ്പോഴല്ലേ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് നമ്മളെടുത്തല്ലേ എല്ലാം പറയാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതാ അവർക്ക് 2 പേർക്ക് വേണ്ടിയിട്ടുള്ള ചോറും വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ക്യാരറ്റ് കേക്കാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പം ക്യാരറ്റ് കേക്കും എടുത്ത് വെച്ചു. അപ്പം നമ്മുടെ ലഞ്ചും സ്നാക്സും ഒക്കെ റെഡിയായി. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം.